ക്ഷേത്ര ചൈതന്യ രഹസ്യം മലയാളികളെ പഠിപ്പിച്ച സ്വർഗീയ മാധവ്ജിയുടെ ജന്മദിനമാണിന്ന്. RSSന്റെ കേരളത്തിലെ ആദ്യകാല പ്രചാരകനായിരുന്നു അദ്ദേഹം. ഹൈന്ദവ സമാജത്തിൽ ഐക്യത്തിന്റെയും മൈത്രിയുടെയും പുതിയ പാത വെട്ടിത്തെളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു. പറവൂർ തന്ത്രവിദ്യാപീഠം സ്ഥാപകൻ എന്ന നിലയിലും മാധവ്ജിയുടെ സംഭാവനകൾ ജ്വലിക്കുന്ന ചൈതന്യമായി നിലനിൽക്കുന്നു. കോഴിക്കോട് പന്നിയങ്കര പാലക്കൽ തറവാട്ടിൽ അഡ്വക്കേറ്റ് മാനവവിക്രമൻ രാജയുടെയും സാവിത്രി അമ്മയുടെയും മകനായി 1926 ഇടവമാസത്തിൽ ഉത്രാടം നക്ഷത്രത്തിലാണ് പി. മാധവൻ ജനിച്ചത്. സ്കൂൾ തലത്തിൽ തന്നെ സംസ്കൃതം, പുരാണങ്ങൾ, ജ്യോതിശാസ്ത്രം, മറ്റു ഭാരതീയ സാഹിത്യങ്ങൾ എന്നിവയിൽ പഠനം ആരംഭിച്ചു. 1942 രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായത്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് BSc ഗോൾഡ് മെഡലോടെ വിജയിച്ച മാധവൻ സംഘപ്രവർത്തനത്തിൽ പിന്നീട് കൂടുതൽ സജീവമായി. 1962 വടക്കൻ മേഖലകളിലെ പ്രചാരകനായി പ്രവർത്തിക്കുമ്പോൾ സാധകനായിരുന്ന പള്ളത്ത് നാരായണ നമ്പൂതിരിയിൽ നിന്നും മന്ത്രദീക്ഷ സ്വീകരിച്ച് മാധവ്ജിയായി മാറി. ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയ കാഴ്ചപ്പാട് ഹിന്ദു സമൂഹത്തിന് ലഭ്യമാക്കുന്നതിന് ക്ഷേത്രസങ്കല്പം എന്ന ലേഖനം പ്രസിദ്ധീകരിച്ചത് ഇക്കാലത്താണ്. 1966 കേളപ്പജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്ഷേത്ര സംരക്ഷണ സമിതിയിൽ 1968 മാധവ്ജി സജീവമായി. 1972 കാഞ്ചി കാമകോടി ശങ്കരാചാര്യ സ്വാമികളുടെ അനുഗ്രഹ ആശിസ്സുകളോടെ തന്ത്രവിദ്യാപീഠവും അദ്ദേഹം ആരംഭിച്ചു. 1975 മാധവ്ജിയുടെ ക്ഷേത്രസങ്കല്പത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തെ അതിന്റെ സൈദ്ധാന്തികമായ അടിത്തറയാക്കി ക്ഷേത്ര സംരക്ഷണ സമിതി സ്വീകരിച്ചു. തകർന്നടിഞ്ഞ ക്ഷേത്രങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാൻ തീരുമാനിച്ച ആ സംഘടന 1977 കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയായി മാറി. 1982 നടന്ന ചരിത്ര പ്രസിദ്ധമായ വിശാല ഹിന്ദു സമ്മേളനത്തിന്റെ മുഖ്യ സംഘാടകനായി മാധവ്ജി മാറുകയും ചെയ്തു. 1984 സമിതിയുടെ കോട്ടയം ജില്ലാ ഘടകം മാധവ്ജിയുടെ ക്ഷേത്ര സംബന്ധമായ 9 ലേഖനങ്ങൾ സമാഹരിച്ച് ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുകയാണുണ്ടായത്. 1987 ആഗസ്റ്റ് 26 ചേന്നമംഗലത്ത് നടന്ന പാലിയം വിളംബരം ഒരു ചരിത്രമായി മാറി. ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണ്യം കൈവരിക്കുന്നത് എന്ന് മാധവ്ജി പ്രഖ്യാപിച്ചത് ഈ വിളംബരത്തിലായിരുന്നു. വേറിട്ട സാമൂഹ്യ വിപ്ലവത്തിന് തിരികൊളുത്തിയ മഹാനായിരുന്നു മാധവ്ജി. 1988 സെപ്റ്റംബറിൽ അദ്ദേഹം സ്വർഗീയനായി. മാധവ്ജിക്ക് പ്രണാമം. ന്യൂസ് ഡെസ്ക് ജനം.